നമസ്കാരം. നേച്ചർ ലൈഫ് പട്ടിക്കാട് ഹോസ്പിറ്റലിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് വിജയം ടീച്ചറാണ്. ടീച്ചർ കോട്ടയം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ടീച്ചർ ഇപ്പോൾ റിട്ടയർഡാണ്. മാത്രമല്ല ടീച്ചർ ഒരു എഴുത്തുകാരി കൂടിയാണ്. ടീച്ചറുടെ വിശേഷങ്ങളും ജോലി സമയത്തെ വിശേഷങ്ങളും എഴുത്തിനെക്കുറിച്ചും നമ്മുടെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും നമുക്ക് ടീച്ചറോട് ചോദിക്കാം. അറിയോ ടീച്ചർ? നമസ്കാരം. ഞാൻ വിജയം ആർ നായർ, കോട്ടയം ജില്ലയിലെ കുമാരനെല്ലൂർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഇവിടെ ഈ നേച്ചർ ലൈഫിനെ കുറിച്ച് ഞാൻ ആദ്യമായി മനസ്സിലാക്കിയത് എൻ്റെ മകളുടെ ഭർത്താവ് ശ്രീ ബൈജുവൻ നായർ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം ഇവിടുത്തെ ഈ പ്രകൃതിയും ചുറ്റുപാടും ഒക്കെ എന്നെ ഒരുപാട് ആകർഷിച്ചു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ബൈജുവിനോട് എനിക്ക് ഇവിടം വരെ ഒന്ന് വരണം, ഇവിടെ വരണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇത്രയും അസുഖങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നീടാണ് ഒരു 2 മാസത്തിന് മുമ്പ് ഇതുപോലെ കാലുവേദനയൊക്കെ ആയിട്ട് വളരെ ബുദ്ധിമുട്ടിയപ്പോൾ ബൈജു എന്നോട് പറഞ്ഞു, അമ്മേ നമുക്ക് ഇവിടെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത് ഈ ട്രീറ്റ്മെൻറ്റിനായിട്ട്. ഇപ്പം ഇവിടുത്തെ ഈ ട്രീറ്റ്മെൻറ്റും രീതികളും എല്ലാം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ അതുപോലെ തന്നെ ഞാൻ ഇന്ന് വന്നിട്ട് 15ാമത്തെ ദിവസമാണിത്. 15ാമത്തെ ദിവസമായപ്പോൾ ആദ്യത്തെ ഒരാഴ്ച എനിക്ക് വലിയ മാറ്റങ്ങളൊന്നും തോന്നിയില്ല. പക്ഷേ പിന്നീട് അങ്ങോട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഇപ്പം ഏതാണ്ട് എൻ്റെ കാലിൻ്റെ വേദനയൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങളില്ലാതെ എനിക്ക് നടക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാനൊരു റിട്ടയർഡ് അധ്യാപികയാണെന്ന് പറഞ്ഞല്ലോ. എൻ്റെ സബ്ജക്റ്റ് ഫിസിക്സ് ആയിരുന്നു. ഞാൻ ഗവൺമെൻറ് ഹൈസ്കൂളിലായിരുന്നു പഠിപ്പിച്ചിരുന്നത്. 24 വർഷത്തെ സർവീസ് ഉണ്ടായിരുന്നു എനിക്ക്. 24 വർഷത്തെ സർവീസിന് ശേഷം അധ്യാപന വൃത്തിയിൽ നിന്നും വിരമിച്ചതിന് ശേഷം എൻ്റെ ഭർത്താവിന് ഒരു സ്ട്രോക്ക് വന്നു. ആ സ്ട്രോക്ക് വന്ന് അദ്ദേഹം ഒരു 6 വർഷം ബെഡ് റിഡൺ ആയിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ കുറേ സമയങ്ങൾ ഞാൻ എൻ്റെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറ്റി വെക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൽ നിന്നും അല്പം ഒരു സാന്ത്വനം കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ എഴുത്തുവഴിയിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ അങ്ങനെ എഴുത്തുവഴിയിലാണെങ്കിൽ തന്നെ എനിക്ക് പ്രോത്സാഹനം നൽകി എന്നെ ഒരുപാട് ചേർത്ത് നിർത്തിയ ഒരുപാട് ആളുകളുണ്ട്. അതിലെടുത്തു പറയത്തക്ക ഒന്നാണ് ഒരു സാഹിത്യ സംഘടനയായ കേരള സാഹിത്യ സംഗമവേദി എന്ന്. ആ സാഹിത്യ കൂട്ടായ്മയിലെ ഒരു അഡ്മിനാണ് ഞാനും അവിടുത്തെ. അപ്പം അവിടെ ചേർന്ന് നിന്നുകൊണ്ട് സാഹിത്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ധാരാളം മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുകയും അങ്ങനെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഞാൻ 2 കവിതാ സമാഹാരങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ആദ്യമായിട്ട് ഇറക്കിയത് പ്രണയസാരംഗി എന്ന ഒരു കവിതാ സമാഹാരമാണ്. രണ്ടാമത് രാധാമൃതം എന്ന് പറഞ്ഞൊരു കവിതാ സമാഹാരം ഇറക്കി. ഇപ്പം 3ാമതായിട്ടൊരു പുസ്തകത്തിൻ്റെ പണിപ്പുരയിലാണ്. പണിപ്പുരയിലെന്ന് പറഞ്ഞാൽ മിക്കവാറും പൂർത്തിയായി. അത് ഇവിടുത്തെ അന്തരീക്ഷം, അറ്റ്മോസ്ഫിയറൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഒരുപാട് സ്വാധീനിച്ചു. ശരിക്കും ഒരു നല്ല എഴുത്തുകാരിയോ വന്നാൽ ഒരുപാട് എഴുതാനുള്ള ഒരു സാഹചര്യമുണ്ട് ഇവിടെ, ചുറ്റുപാട് നന്നായിട്ട് എഴുതാനായിട്ട് സാധിക്കും ഇവിടെ. പക്ഷേ എനിക്ക് ഇത്രയും നാളും ഞാൻ വന്ന് ഈ 10-14 ദിവസമായിട്ട് എനിക്ക് ആകപ്പാടെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അത് കാരണം എനിക്കൊന്നും എഴുതാനും ഒന്നും തോന്നിയിട്ടില്ല. ടീച്ചർ വന്നപ്പോൾ വീൽ ചെയറിലായിരുന്നു. ഞാൻ വീൽ ചെയറിലാണ്. ഞാൻ നടന്നു വന്നു. വലിയ സന്തോഷമായി. ഇപ്പം ഇത്ര എനിക്ക് നടക്കാൻ സാധിച്ചിട്ട് ഇപ്പോൾ ഒരു 3-4 ദിവസമേ ആയുള്ളൂ ഇത്ര നടക്കാനായിട്ട് സാധിച്ചിട്ട്. പിന്നെ ഡോക്ടറെ കാണാൻ വരുമ്പോൾ ടീച്ചർ നടന്നു വരും. ഇനി തീർച്ചയായിട്ടും അടുത്ത വർഷം ഇതുപോലെ ഞാൻ വരും ഇവിടെ ഇനി. അപ്പോൾ ഞാൻ ഇവിടുത്തെ രീതികളൊക്കെ അത് ചെയ്യും. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ രീതികളൊക്കെ. കാരണം ഇതിനു മുമ്പ് ഞാൻ ഈ നാച്ചുറോപ്പതിയിലെ ഫുഡ് മാത്രം അതുപോലെ നോക്കി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അന്ന് ഒരുപാട് വെയിറ്റ് കുറയുകയും ഒക്കെ ചെയ്തു. പിന്നീട് അത് സാഹചര്യം കൊണ്ടങ്ങ് നിന്നു പോയതാണ്. തുടർന്നുകൊണ്ട് പോകാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെയുള്ളൊരു പിന്നെ ഇവിടെ വന്നിട്ടാണെങ്കിലും എല്ലാ സ്റ്റാഫിൻ്റെയും എല്ലാവരുടെയും എപ്പോഴും നല്ല ചിരിച്ച പ്രസന്നമായ മുഖത്തോടു കൂടിയാണ് എല്ലാവരെയും ഞാൻ കാണുന്നത്. ഓരോ ചെറിയ നമ്മുടെ ഈ തൂക്കുന്നവർ മുതൽ ട്രീറ്റ്മെൻറ്റ് റൂമിൽ വന്നാൽ അവിടെ തുടയ്ക്കുന്ന ആൾ തൊട്ട് ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആൾക്കാർ വരെ എപ്പോഴും വളരെ പ്രസന്നമായ മുഖത്തോടു കൂടിയാണ് കണ്ടിരിക്കുന്നത്. അതുതന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റിന് വരുന്ന ഏതൊരു പേഷ്യൻറ്റിനും ഒത്തിരി സന്തോഷവും ആശ്വാസവും സാന്ത്വനവും കിട്ടുന്ന ഒരു കാര്യമാണ്. അതൊക്കെ ഭക്ഷണമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം ഞാൻ കഴിച്ചു. എന്നെ കൊണ്ടുവരുന്നത് മുഴുവൻ എനിക്ക് കഴിക്കാനായിട്ട് പറ്റില്ല ചിലപ്പം, എന്നാലും ഞാൻ ആവശ്യത്തിനെല്ലാം കഴിക്കുന്നുണ്ട്. നാച്ചുറോപ്പതിയിൽ ഭക്ഷണം കഴിക്കാതെയാണ് ട്രീറ്റ്മെൻറ്റ് അങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നവരുന്നുണ്ട്.
അങ്ങനെയല്ല, നമ്മൾ ആവശ്യത്തിനുള്ള ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഭക്ഷണ രീതികൾ ഇങ്ങനെയായിരിക്കുമെന്ന് മാത്രം. അതെ, ഞാനത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് വന്നത്. ഈ രീതിയിലുള്ള ഭക്ഷണമായിരിക്കും, ചികിത്സാ രീതികളൊക്കെ ഇതാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. അത് ഉൾക്കൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. ഇപ്പം അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് മേളിൽ കയറി യോഗയ്ക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ അവിടുത്തെ ഗ്യാതറിങ്ങിനൊന്നും കൂടാൻ പറ്റിയില്ല. ഒരു ദിവസം എന്നിട്ട് ഞാൻ അത് ഗ്യാതറിങ്ങിന് കയറിയപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല എൻ്റർടൈൻമെൻ്റ് അല്ലേ, മനസ്സിന് ഒരുപാട് സന്തോഷവും ഒത്തിരി എനർജിയൊക്കെ കിട്ടുന്ന ഒരു പരിപാടിയാണ് അത്. അതിലെന്നും പങ്കെടുക്കണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഒരു ദിവസം ഞാൻ കയറിയെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വേണ്ട, കയറണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അതെ അതെ. ഇവിടെയാണെങ്കിലും മോനിഷ മാം വന്ന് എനിക്ക് റൂമിലിരുന്ന് ചെയ്യാവുന്നതൊക്കെ പറഞ്ഞു വന്നിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വീട്ടിൽ പോയി രാവിലെയും വൈകിട്ടും ഇവിടുത്തെ ഭക്ഷണ രീതികളും എല്ലാം ഫോളോ ചെയ്യാം. ഹോസ്പിറ്റലിൽ എന്താണ് ഒരു ഇഷ്യൂ പറയാനുണ്ടെങ്കിൽ എന്താണ് പറയാനുള്ളത്? ഏത് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരായാലും ശരി, ഇനി ഒരാശ്രയമില്ല എന്ന് കരുതി സങ്കടപ്പെട്ടിരിക്കുന്ന ആരാണെങ്കിലും, ഏതൊരു പേഷ്യൻറ്റിനാണെങ്കിലും ഇങ്ങോട്ട് വരിക, ഇവിടെ വരിക. ഇവിടെ വന്നാൽ തീർച്ചയായിട്ടും രോഗത്തിന് ആശ്വാസമാകും. കഴിക്കുന്ന മരുന്നുകളുടെ എണ്ണം കുറയ്ക്കാൻ സാധിക്കും. ഒരുപക്ഷേ മരുന്നുകൾ തീർത്തും നിർത്തി ഇവിടെ നിന്ന് പോകാനായിട്ട് സാധിക്കും. ആര് വന്നാലും അവർക്ക് വളരെയധികം ആശ്വാസവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന ഒരു ഇടമാണ് ഇവിടം. അപ്പം എല്ലാവരും തന്നെ ചികിത്സയ്ക്ക് വേണ്ടി, ഓപ്പറേഷനുകൾക്ക് വേണ്ടി ഒക്കെ പോയി അലഞ്ഞ് നടക്കാതെ വിശ്വാസത്തോടു കൂടി ഇവിടെ വരിക, ഈ സ്ഥാപനത്തിലേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് എല്ലാവിധ ട്രീറ്റ്മെൻറ്റുകളും എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ സാന്ത്വനങ്ങളും ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പം വളരെ നല്ല അഭിപ്രായമാണ് എനിക്ക് ഈ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ളത്. ഒരുപാട് നന്ദിയുണ്ട് ടീച്ചർ. ഇനിയും നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യാൻ ടീച്ചർക്ക് ഇടവരട്ടെ.